പോത്തങ്കോട് UPS ഇതാ കുരുന്നുകളാണ്. ഇതാ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ വന്ന് നിൽക്കുകയാണ്. നല്ല അടിപൊളി കളറൊക്കെയാണ്. പെൺകുട്ടികൾക്കാണ് ഇന്നത്തെ ദിവസം ഈ ഒരു യൂണിഫോം കിട്ടിയിരിക്കുന്നത്. വൈകാതെ തന്നെ ആൺകുട്ടികൾക്കും കിട്ടും. ഒരു 75 കുട്ടികളാണ് 1ാം ക്ലാസ്സിലുള്ളത്. അതിൽ 40 പെൺകുട്ടികളുള്ളത്. നമുക്ക് ഈ കുട്ടികളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് പുതിയ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? കളർ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഗേൾസ് എല്ലാവർക്കും ഇല്ലേ? പെൺകുട്ടിയൊക്കെ എല്ലാവർക്കും ഇല്ലേ? അടിപൊളിയാണോ യൂണിഫോം? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഗേൾസിന് എല്ലാവർക്കും ഇല്ലേ? പോത്തങ്കോട് UPSന് ഇത് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം കൂടിയാണ്. ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തിരിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരം ഈസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ. മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന അതിഥി തൊഴിലാളിയുടെ ഒരു മകൾക്ക് സൈക്കിൾ കൂടി നൽകിയിരിക്കുകയാണ്. അതിഥി തൊഴിലാളിയുടെ മകൾ ഇവിടെ 2-3 വർഷമായി ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സൈക്കിൾ കൂടി നൽകിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളോട് തന്നെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരം ഈസ്റ്റിൻ്റെ പ്രസിഡന്റ് അനീറ്റി നായരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു പരിപാടിയാണ് പോത്തങ്കോട് UPSൽ നടക്കുന്നത്. അപ്പോൾ അവയർനെസ് ക്ലാസ് കൂടി സംഘടിപ്പിച്ചിരിക്കുന്നു. സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? ഞാൻ തിരഞ്ഞെടുത്തതിനെക്കാട്ടി എൻ്റെ സെക്രട്ടറിയായ ശ്യാമാണ് ഈ പ്രപ്പോസലുമായിട്ട് വന്നത്. ഇത് ഞങ്ങൾ ക്ലബ്ബിൽ വയ്ക്കുകയും ക്ലബ്ബുകാരുടെ അഭിപ്രായം തേടിയും ഇതിന് ഇവിടെ നീഡാണെന്ന് ഞങ്ങൾക്ക് തോന്നുകയായിരുന്നു. കാര്യം വായനക്കളരി, അതായത് കുഞ്ഞുങ്ങളിൽ വായനാശീലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വായനാശീലം കൂട്ടാനും പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും റോട്ടറി കൊണ്ട് പരമാവധി അവരുടെ കരസ്പർശം എത്തണമെന്നുള്ളതാണ്. നമ്മളൊരു കൂട്ടായ്മയാണ്. ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകൾ വരുമ്പം നമ്മൾ ടീച്ചറിനെ കാണുകയും നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഈ സ്കൂളിൽ ചെയ്യാനും തയ്യാറാണ്. കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഗവൺമെൻറ് സ്കൂളാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾസിലെ കുട്ടികൾക്കും പ്രൈവറ്റിലും എയ്ഡഡ് സ്കൂൾസിൽ കിട്ടുന്ന അതേ ലെവലിലുള്ള പ്രോത്സാഹനം കിട്ടണം. അത് തന്നെയാണ് റോട്ടറിയുടെ ഉദ്ദേശം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു മൈക്ക് ഉടനെ ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കുറച്ച് നേരമൊക്കെ എടുക്കും. ഈ കുട്ടികളാണെങ്കിൽ വളരെ ഈസിലാണ് അവർ സ്കിറ്റ്, അവരുടെ കയ്യിൽ പ്രിപ്പയർഡ് സ്ക്രിപ്റ്റൊന്നും ഇല്ല. അവരിതെല്ലാം പഠിച്ചിട്ട് സ്പീച്ചസ് ആണേലും നാടകമാണേലും വളരെ കോൺഫിഡൻസോടെയാണ് അവരത് അവതരിപ്പിച്ചിട്ട്. സന്തോഷമാണ്. കാരണം മനസ്സിനെ തൊട്ട അനുഭവം തന്നെയാണിത്. കാരണം എൻ്റെ കൊച്ചുമക്കൾ കളർഫുള്ളായിട്ടുള്ള യൂണിഫോമിലിരിക്കുമ്പോൾ തോന്നുന്ന സന്തോഷം എത്ര വലുതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഗേൾസിനാണ്, 1ാം ക്ലാസ്സിലെ ഗേൾസിനാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻറ്റ് ബോയ്സിനും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം സന്തോഷമുണ്ട്. റോട്ടറി ക്ലബിലെ എല്ലാവർക്കും, എൻ്റെ സ്കൂളിലെ സ്റ്റാഫിൻ്റെയും എൻ്റെയും PTA അകമഴിഞ്ഞ നന്ദി അറിയിക്കും. വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് താങ്കൾ തന്നെ കുട്ടികളുടെ വീട്ടിൽ പത്രം വരുത്തി കൊടുക്കാനുള്ള ക്രമീകരണം, ആ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം വളരെ സന്തോഷം. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ വായനാശീലം കുറഞ്ഞു വരുന്നതിന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങൾ നടത്തിയ പരിപാടിയിൽ സ്കൂളിൽ ആരെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നമ്മൾ പണ്ട് കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് പത്രം വരുത്തുമായിരുന്നു. പക്ഷേ ഇപ്പം പല വീടുകളും പത്രം വരുത്തുന്നില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനുള്ള അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈ നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും വീട്ടിൽ പത്രം വരുത്താത്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് വീട്ടിൽ പത്രമില്ല. ഞാൻ തീർച്ചയായും പത്രം വരുത്തി കൊടുക്കാമെന്നോ. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പത്രമില്ല എങ്കിൽ തീർച്ചയായും വരുത്തി കൊടുക്കും. പക്ഷേ വായിക്കണം. പ്രവർത്തന സ്കൂളിൽ നമ്മുടെ സ്കൂളിലൊരു ഇംഗ്ലീഷ് ക്ലബ്ബുണ്ട്. ഇംഗ്ലീഷ് ക്ലബിൻ്റെ പേര് ലിറ്ററേറ്ററി ലോഞ്ച് എന്നാണ്. അതിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ബുക്ക് റിവ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ മന്ത്ലി കുട്ടികൾ വായിച്ച ബുക്കിൻ്റെ റിവ്യൂ എഴുതും. ഞങ്ങൾ അതിൽ സമ്മാനം കൊടുക്കാറുണ്ട്. പിന്നെ വേർഡ് ഓഫ് ദ ഡേ, ഓരോ ദിവസവും ഓരോ വേർഡുകളാണ്. എല്ലാ വർഷവും സ്കിറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വെറൈറ്റി പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കൂളിലെ എല്ലാ വർഷവും ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഭാഗമായിട്ട് സ്പീച്ച്, റെസിറ്റേഷൻ, അതുപോലെ തന്നെ ഡിബേറ്റ്, അങ്ങനെ കുറേ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. എല്ലാ ദിവസവും ഇംഗ്ലീഷ് ക്ലാസ് അസംബ്ലിയും എല്ലാ വർഷവും ഓരോ ഇംഗ്ലീഷ് ഡ്രാമകളും നടത്താറുണ്ട്. എൻ്റെ കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്. അതുകൊണ്ട് അവരെന്തായാലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നല്ല ഡിസിപ്ലിനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് തിരഞ്ഞെടുത്തത് നമ്മുടെ സ്കൂളിനെയാണ്. എന്താ തോന്നുന്നത് ഈ ഒരു അംഗീകാരം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പോത്തങ്കോട് പഞ്ചായത്തിലെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇവിടെ. അപ്പോൾ ഈ കുട്ടികൾക്ക് അതിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന സാധാരണക്കാരുടെ മക്കളാണ് കൂടുതൽ. അപ്പോൾ ഇതൊരു നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം.